അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റഹ്മത്തുള്ള കാസിമിയെ നമ്മൾ വിമർശിച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത് റഹ്മത്തുള്ള കാസിമി ഉസ്താദിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഉസ്താദ് പറയുന്നത് മനസ്സിലാക്കാൻ കുറേ കാലമെടുക്കും എന്നൊക്കെയാണ്. ശരിയാണത്. ഉസ്താദിനെ ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തു മനസ്സിലാകുന്നില്ല? അദ്ദേഹം പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നല്ല, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പിടികിട്ടുന്നില്ല. കാരണം ആ തരത്തിലുള്ള പല വാദങ്ങളുമാണ് അദ്ദേഹം സമൂഹത്തിൻ്റെ മുമ്പിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏറ്റവും പുതിയതെന്താണ്? മഹദിയായ ആയിഷ ബീവിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള വിവാഹം. ആ വിവാഹത്തെക്കുറിച്ച് മൂപ്പരെന്തൊക്കെയോ പഠനം നടത്തിയപ്പോൾ ഇമാം ബുഖാരിക്ക് തെറ്റുപറ്റി എന്നാണ് മൂപ്പര് മനസ്സിലാക്കിയത്. കാരണം ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ ആയിഷ ബീവിയുടെ പ്രായം 6 വയസ്സാണ് എന്നും 7 വയസ്സാണ് എന്നും ഒക്കെ കാണാം. ഏതായാലും ഒരുമിച്ചവർ ഒരു വീട്ടിൽ താമസം തുടങ്ങിയത് 9ാമത്തെ വയസ്സിലാണ് എന്ന ഹദീസുണ്ട്, സ്വഹീഹായ ഹദീസ്. ഇദ്ദേഹം പറയുന്നത് നമ്മൾ മദ്രസയിൽ പണ്ടങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് നമ്മൾ തിരുത്തണം, ഇമാം ബുഖാരി നബിയൊന്നും അല്ലല്ലോ എന്നൊക്കെയുള്ള ഇദ്ദേഹത്തിൻ്റെ ചോദ്യം തന്നെ അവരെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാ കേട്ടിരിക്കാൻ കഴിയുക? ഇമാം ബുഖാരി നബിയൊന്നുമല്ലല്ലോ. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ടുപേരും സ്വഹീഹായി അംഗീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മൂപ്പര് പറയുന്നത് അവിടെ നമ്മൾ ഇമാം ബുഖാരിയെ പൊക്കാൻ പോകുന്നത് എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വരുന്ന ഒരു ആരോപണത്തെ നമ്മൾ ചെറുക്കുകയല്ലേ വേണ്ടത്? ഇമാം ബുഖാരിയെ അവിടെ സംരക്ഷിക്കേണ്ടത് എന്തിനാണ് എന്ന്. എന്താരോപണം? ആരുണ്ടാക്കിയ ആരോപണം? ഈ കാലഘട്ടത്തിലെ കുറച്ച് യുക്തിവാദികളും നിരീശ്വരവാദികളും തോന്നിവാസികളും വിളിച്ചു പറയുന്ന വൃത്തികെട്ട ആരോപണത്തിനപ്പുറം ആരാണ് ഈ ആരോപണം ഉണ്ടാക്കിയത്? 14 നൂറ്റാണ്ടായിട്ട് ഈ ആരോപണം തിരുനബി തങ്ങളുടെ മേലിൽ അവരാരോപിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പേരിൽ ആക്ഷേപിച്ചിട്ടുണ്ടോ? വേറെ എന്തെല്ലാം അവർ പറഞ്ഞു, ഏതെല്ലാം രീതിയിൽ അവർ കളിയാക്കി. മക്കയിലുണ്ടായിരുന്ന അന്നത്തെ മുശ്രിക്കുകൾ മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള പല ആളുകളും എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞു. എന്നാൽ അവരാരും ആരോപിക്കാത്ത, ആക്ഷേപിക്കാത്ത ഒരു കാര്യം, തിരുനബി തങ്ങൾ 53ാമത്തെ വയസ്സിൽ 6 വയസ്സുള്ള ആയിഷ ബീവിയെ വിവാഹം കഴിച്ചു എന്നത്. അവരുന്നയിക്കുന്ന ആരോപണത്തിന് വേണ്ടി ഇമാം ബുഖാരിയെ തള്ളിപ്പറയുകയാണോ വേണ്ടത്? ഇമാം ബുഖാരി ഓരോ ഹദീസുകളും എങ്ങനെയാണ് അത് നിർദ്ധാരണം ചെയ്തെടുത്തത്, അതിൻ്റെ സനദുകൾ പരിശോധിച്ചെടുത്തത്, അതിൻ്റെ മത്തിനുകളെക്കുറിച്ച് പഠിച്ചത്, എന്നിട്ടത് രേഖപ്പെടുത്തിയത് എന്നൊക്കെ ചരിത്രത്തിൽ വ്യക്തമല്ലേ? അത്രയും ഹദീസുകൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഒരു മഹാനായ മനുഷ്യനെ നബിയൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇയാളുടെ ഉദ്ദേശം? ആളുകൾക്ക് മുമ്പിൽ ഞാൻ എന്തോ വലിയ വിവരസ്ഥനാണ്, ഞാൻ ഗവേഷകനാണ്, ഞാൻ കണ്ടുപിടിച്ചതാണ്, ഞാൻ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചാളുകൾ നിങ്ങളുടെ പാണ്ഡിത്യത്തെ വല്ലാതെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ അതിൻ്റെ പേരിൽ അങ്ങ് കൊമ്പത്തേക്ക് എത്തി എന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ ആക്ഷേപിക്കുന്നു എന്ന് കരുതിയിട്ട് ഏറ്റവും സ്വഹീഹായ ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വഹീഹായത് എന്ന് പണ്ഡിത ലോകം അംഗീകരിച്ച ഗ്രന്ഥമല്ലേ സ്വഹീഹുൽ ബുഖാരി? അതിനെയൊക്കെ ഇങ്ങനെ നിസാരപ്പെടുത്തി സംസാരിക്കാൻ പാടുണ്ടോ? ആക്ഷേപിക്കുന്നവർ ഏതെങ്കിലുമൊക്കെ പൊട്ടന്മാരങ്ങനെ പറയുന്നു എന്നതിൻ്റെ പേരിലാണോ താങ്കൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത്? എന്നാൽ യുക്തിവാദികളിൽ തന്നെ പെട്ട എത്രയോ ആളുകൾ അതിനെയൊന്നും ആക്ഷേപിക്കാൻ പോകണ്ട എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു യുക്തിവാദി, അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കാണാം. ഈ 6 വയസ്സിലെ വിവാഹം വിമർശിക്കപ്പെടണോ വേണ്ടേ? ഒരു ചോദ്യമാണിത്. എൻ്റെയിൽ ചോദിച്ചാൽ വിമർശിക്കണ്ട എന്ന് ഞാൻ പറയും. കാരണം കസ്തൂർബായെ മഹാത്മാഗാന്ധി വിവാഹം ചെയ്തത് 8 9 വയസ്സ് പ്രായത്തിലാണ്.
നമ്മൾ കാലഘട്ടത്തിൽ നിന്ന് വായിക്കേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെ വിമർശിക്കാം ഇത്? ഈ 6 വയസ്സെയും 9 ഇന്നത്തെ 9 വയസ്സുകാരിയുടെ ഇറാനിലെ വിവാഹത്തെ നമുക്ക് വിമർശിക്കാം. 6 വയസ്സുള്ള മുഹമ്മദ് നബിയുടെ ഭാര്യയെ വിമർശിക്കാൻ നമ്മൾ ചരിത്രത്തെ ഉൾക്കൊള്ളാതിരിക്കുന്നത് മോശമാണ്. അതെ, ചരിത്രത്തെ ഉൾക്കൊള്ളാതിരിക്കുന്ന, ചിലപ്പോഴൊക്കെ ഇസ്ലാമിനെതിരെ മറ്റു പലർക്കും വേണ്ടി ഉറഞ്ഞു തുള്ളുന്ന ചില ആളുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വേണ്ടിയാണോ ഇതുപോലെ ഇമാം ബുഖാരിയൊക്കെ തള്ളിപ്പറയുന്നത്? വളരെ മോശമാണ്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഖാസിമിയുടെ ലക്ഷ്യമെന്താണെന്ന്. എന്തായാലും ആ ലക്ഷ്യം ഒരിക്കൽ പുറത്തു ചാടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.